നെയിലാർട്ടിൻ്റെ വീഡിയോ എല്ലാം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം കാണുമ്പോൾ ഞാനും വിചാരിക്കലുണ്ട് ഇത് ഭയങ്കര ഈസിയുള്ള പരിപാടിയാണ്. പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഏത് കാര്യവും ചെയ്യുമ്പോൾ അങ്ങനെയാണെന്നല്ല. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും, അവസാനം ചെയ്ത് വരുമ്പോൾ വേറെ എന്തെങ്കിലും ആയിപ്പോവും. എപ്പോൾ ഉള്ള പരിപാടി. പക്ഷെ എന്തായാലും നമ്മൾ തോറ്റു പിന്മാറില്ല, അവസാന ശ്വാസം വരെ പോരാടി. പിന്നെ കുറേ തവണ ചെയ്ത് നോക്കുമ്പോൾ അല്ലേ നമുക്കത് പ്രാക്ടീസ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കും. ടൂൾസിൻ്റെ ലഭ്യത കുറവാണോ, എൻ്റെ നെയിൽ പോളിഷിൻ്റെ പ്രശ്നമാണോ, ഇനി ഞാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റീൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും എന്തെല്ലോ അപാകത ഉണ്ട്. പക്ഷേ ലാസ്റ്റ് തട്ടിക്കൂട്ടി ഞാൻ ഒരു സംഭവം ആക്കിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലേനും, ഒപ്പിക്കബിൾ. എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും അടിപൊളിയായി വരുന്ന വരെ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അപ്പൊ പിന്നെ ഇതിൽ മാത്രം നമ്മൾ ആ ശീലത്തിനെ അങ്ങോട്ട് മാറ്റണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോ ആവാന്നുള്ളത് എൻ്റെ ഒരു വാശിയും കൂടിയാണ്. അങ്ങനെ വിചാരിച്ച പോലെ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലായതുകൊണ്ട് നമുക്ക് ടോപ്പ് കോട്ടും കൂടെ അടിച്ച് സെറ്റാക്കാം. നഖം വളർത്തൽ പണ്ടേ ഞാൻ തുടങ്ങിയോണ്ട് തന്നെ പണ്ട് തന്നെ കുറേ ടൈപ്പ് നെയിലാർട്ടെല്ലാം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച് ഒഴിവാക്കിയതേനു. ഇപ്പൊ പിന്നെ ആർട്ട് ചെയ്യാൻ നിൽക്കലും ഇല്ല, നേരവും ഇല്ല. ഏതെങ്കിലും ഒരു സോളിഡ് കളർ അടിച്ചിട്ട് അങ്ങ് പോക്കുകയും ചെയ്യും. പഴയ ആ കരുത്തോടെ പൂർവാധികം ശക്തിയോടെ എൻ്റെ നെയിലാർട്ടിനെ പുനഃസ്ഥാപിക്കാൻ പുനർജീവിപ്പിക്കാൻ ഞാൻ വരും.